കാസർഗോഡ് +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് കേസ്. +2 വിദ്യാർത്ഥികളായ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. 9 +2 വിദ്യാർത്ഥികളെ നേരത്തെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. ഷൂസ് ധരിച്ചെത്തിയ +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുകയും ദേഹത്ത് ഡെസ്ക് ഇട്ട് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് റാഗിംഗ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ +1 ക്ലാസ് തുടങ്ങിയ പിന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ, റാഗിംഗ് പരാതികൾ നിരവധിയായി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഷൂസ് ധരിച്ചെത്തിയതിൻ്റെ പേരിൽ ജൂനിയർ വിദ്യാർത്ഥിയെ, +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, ദേഹത്ത് ഡെസ്ക് ഇട്ട് ക്രൂരമായി പരിക്കേൽപ്പിച്ചു തുടങ്ങിയ പരാതികൾ വന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ, സ്കൂൾ അധികൃതർ നേരത്തെ 9 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 6 പേർക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമോ? പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോമെ, ഈ സ്കൂളുകളിൽ റാഗിംഗ് ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് ഇത്തരം റിപ്പോർട്ടുകൾ, ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് +1, +2 ആ തലത്തിൽ ഈ റാഗിംഗ് ഉണ്ടാകുന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. ഒരു പക്ഷേ കോളേജുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ +1 ഈ പഠിക്കുന്ന കുട്ടികൾ, അതായത് ജൂൺ 20-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം +1 വിദ്യാർത്ഥി ഈ ഷൂസ് ധരിച്ച് ക്ലാസ്സിലെത്തി എന്ന കാരണം കൊണ്ടാണ് ഒരു കൂട്ടം +2 വിദ്യാർത്ഥികൾ കൂട്ടമായി ചേർന്ന് അസഭ്യം പറയുകയും ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും പിന്നീട് മർദ്ദിച്ചതിന് ശേഷം ഈ ബെഞ്ച് ഇട്ട്, ക്ലാസ് റൂമിലെ ബെഞ്ച് ദേഹത്തിട്ട് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് സ്കൂളിൽ മാത്രമല്ല, സ്കൂളിൽ നിന്നും പുറത്ത് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴും സമാനമായ രീതിയിൽ അക്രമമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് ആദ്യം ഈ കുട്ടി ഭയം കാരണം ഇത് പുറത്തു പറയാൻ തയ്യാറായില്ല. പിന്നീട് കഴുത്ത് വലിയ തോതിൽ വേദന അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു മൊഴി ഈ കുട്ടി നൽകിയത്. പിന്നീട് ആന്റി റാഗിംഗ് സ്ക്വാഡ്, സ്കൂളിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ്, എല്ലാ വിദ്യാലയങ്ങളിലും ആന്റി റാഗിംഗ് സ്ക്വാഡ് ഉണ്ട്. പക്ഷേ ഇവരുടെ പ്രവർത്തനമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നതിന് ഒരു ഉദാഹരണം കൂടി ഈ ഒരു സംഭവമായി മാറുന്നു. ഈ ആന്റി സ്ക്വാഡിന് മുന്നിൽ ഈ പരാതി എത്തിയപ്പോഴാണ്, ഈ റാഗിങ്ങിന്റെ ഈ പരാതി എത്തിയപ്പോഴാണ് ഇവർ പിന്നീട് അന്വേഷണം നടത്തുകയും ഷൂസ് ധരിച്ച് എത്തിയതിനെ തുടർന്ന് ആണ് ഈ ഒരു സംഭവം ഉണ്ടായെന്ന് ഇവർ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീടാണ് ആദൂർ പോലീസ് ഇത് സംബന്ധിച്ച് 6 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ ഒരു കേസ് തന്നെയാണ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉണ്ടായത്. ഇവിടെ ടീഷർട്ട് ധരിച്ച് സ്കൂളിലെത്തി എന്ന ഒരു കാരണത്താൽ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ ചേർന്ന് സമാനമായ രീതിയിൽ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവമുണ്ട്. ഇവിടെയും ഈ കയ്യെല്ല് പൊട്ടുന്ന ഒരു അവസ്ഥ ഈ കുട്ടിക്കുണ്ടായിരുന്നു. ഈ കേസിലും നേരത്തെ പറഞ്ഞ ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 കേസുകളിലുമായി 9 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 9 പേരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ആന്റി റാഗിംഗ് സ്ക്വാഡ്, ആ സ്ക്വാഡ് നടത്തിയ ഈ അന്വേഷണത്തിലാണ് ഈ സംഭവം, ഈ കുട്ടിയുടെ പരാതി വാസ്തവമുണ്ടെന്ന് കണ്ടെത്തുന്നത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും വലിയ തോതിൽ റാഗിംഗ് സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ആശങ്കയാണ് ഇത് സംബന്ധിച്ചുണ്ടാകുന്നത്. ചില കുട്ടികൾക്ക് ഇത്തരം റാഗിംഗ് താങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യം നേരത്തെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആദൂർ പോലീസ് 2 കേസിലും റാഗിംഗിനെതിരായ നമുക്കറിയാം, കഴിഞ്ഞ അധ്യയന വർഷം കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ സംഭവം, താമരശ്ശേരി സ്വദേശി 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹവാസിനെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. അന്ന് ആ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഈ സംഭവം നടന്ന ശേഷം പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇതുപോലുള്ള സംഭവങ്ങളിൽ പോലീസ് കേസെടുത്താൽ പോലും ഈ പ്രായത്തിൻ്റെ ആനുകൂല്യത്തിൽ തങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയും. നമുക്കറിയാം, ഏകദേശം 100 ദിവസത്തോളമാണ് ഷഹവാസിൻ്റെ കൊലയാളികൾക്ക്, അതായത് ആ കേസിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നീട് കോടതിയുടെ ഇടപെടലോടുകൂടി 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു, +1 പ്രവേശനവും ലഭിച്ചു. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട, അവരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും സാധാരണ ഈ കുട്ടികളെ സംബന്ധിച്ച് പ്രായത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ പോലും പരമാവധി സ്കൂളിൽ നിന്നും ഒരു അച്ചടക്ക നടപടി, സസ്പെൻഷൻ, അതിനുശേഷം തിരികെ അവർക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ കഴിയുമെന്നൊക്കെ ആണ് പല കുട്ടികളുടെയും വിചാരം. പക്ഷേ റാഗിംഗ് കേസിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള സ്വഭാവമാണ്, ഗുരുതരമായിട്ടുള്ള കേസാണ്. അങ്ങനെ എളുപ്പത്തിൽ ഊരിപ്പോരാൻ കഴിയുമോ? കാരണം കൃത്യമായ തെളിവുണ്ട്. ഈ കുട്ടികൾ മർദ്ദിച്ചതിൻ്റെ, ക്രൂരമായി മർദ്ദനമേറ്റത് ഇപ്പോഴും ആ കുട്ടി അതിൻ്റെ ആഘാതത്തിൽ നിന്നും വിമുക്തനായിട്ടില്ല.
എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള നടപടികളായിരിക്കും ഇനി ഉണ്ടാകാൻ പോവുക? സ്കൂളിൽ നിന്ന് സസ്പെൻഷൻ മാത്രമായിരിക്കുമോ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായത്തിന്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഈ കുട്ടികൾ കൂടുതലായി ഇടപെടുന്നത്. പക്ഷേ അത് പ്രായത്തിന്റെ ആനുകൂല്യം എന്ന് മാത്രം കണക്കാക്കാൻ പറ്റില്ല. ഇവരുടെ ഭാവി വിദ്യാഭ്യാസം, മറ്റ് ജോലി ഉൾപ്പെടെയുള്ളവയെല്ലാം ഇത് ബാധിക്കും. അത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ അവർ ചിന്തിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ പേരുകൾ വരില്ല, അതോടൊപ്പം ഇവരുടെ ഫോട്ടോകൾ വരില്ല, അല്ലെങ്കിൽ ഇവർക്ക് ജയിലിൽ അധികം കിടക്കേണ്ടി വരില്ല. ഇത്തരം കാര്യങ്ങൾ ഇതിൽ പ്രായത്തിന്റെ ഒരു ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലീസ് പറയുന്നത് ഇവരുടെ ഭാവിയിൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ ബാധിക്കും ഇത്തരം കേസുകൾ എന്നാണ്. ഏതായാലും ഈ രണ്ട് സംഭവത്തിലും പോലീസ് കർശന നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം സ്കൂൾ അധികൃതരും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. നിലവിൽ ഈ 9 കുട്ടികളെ, അതായത് 6 കുട്ടികളെ ആദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും 3 കുട്ടികളെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഇങ്ങനെ 9 കുട്ടികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്കെതിരെ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാസർഗോഡ് ജില്ലയിൽ നേരത്തെ കുമ്പളിയിലാണ് ഇത്തരത്തിലൊരു വലിയ തോതിലുള്ള റാഗിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥിയുടെ മുടി മുറിക്കുന്ന കാര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അത് സ്കൂളിന് തൊട്ട് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു ഇത്തരം സംഭവം ഉണ്ടായത്. വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു. ഇതിന്റെ ദൃശ്യം ഇവർ തന്നെ ചിത്രീകരിച്ച് വളരെ നിസ്സാരമായി കാണുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മൾ പല സ്കൂളുകളിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ട് വരുന്നത്. പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പറയാൻ കുട്ടികൾ ഭയക്കുന്നു എന്നതാണ്. ഏതായാലും ഈ കേസിൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു, കഴുത്തിന് വലിയ തോതിലുള്ള പരിക്കേൽക്കേണ്ടി വന്നു, ഒരു കുട്ടിയുടെ കൈയില് തോളല് പൊട്ടുന്ന അവസ്ഥ വന്നു. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത് പുറത്തറിയുന്നതും കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പല വിദ്യാലയങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള റാഗിംഗ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് +1 എത്തുന്ന കുട്ടികളെയാണ് ഈ റാഗിങ്ങിന് വിധേയരാക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ആന്റി റാഗിംഗ് സ്ക്വാഡ് അവരുടെ പ്രവർത്തനം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും അവരുടെ പ്രവർത്തനം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ ഘട്ടങ്ങളിൽ കൃത്യമായ ഇവരുടെ ഒരു നോട്ടം ഇതിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ അധ്യയന വർഷ തുടക്കത്തിൽ ഉണ്ടാകണമെന്ന ഒരു ആവശ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ ഈ പോലീസ് നടപടി ശക്തമാക്കിയിരുന്നു. തുടക്കത്തിൽ ഒരു അടിപിടി കേസ് എന്ന നിലയിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഈ ആന്റി റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിലാണ് ഒടുവിൽ ഇത് റാഗിംഗ് ആണെന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് +1 വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലാണ് 6 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ, +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്.